US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയ നടപടികളെ തുടർന്ന് ആഗോളവൽക്കരണ യുഗം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുകെയുടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തിങ്കളാഴ്ച ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. 1991-ൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ആരംഭിച്ച ആഗോളവൽക്കരണം ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ നിരാശരാക്കിയിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് യുകെയുടെ പ്രധാനമന്ത്രി. ട്രംപിന്റെ അഭൂതപൂർവമായ 10% അടിസ്ഥാന താരിഫുകൾ ആഗോള വിപണികളെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടതായി പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് സാമ്പത്തിക ദേശീയതയിലുള്ള തന്റെ US എതിരാളിയുമായുള്ള ശ്രദ്ധ തനിക്ക് മനസ്സിലാകുന്നുവെന്ന് സ്റ്റാർമർ സമ്മതിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രംപിന്റെ തീവ്രമായ നടപടികളോട് സ്റ്റാർമർ ഭരണകൂടം യോജിക്കുന്നില്ലെങ്കിലും ഒരു പുതിയ യുഗം ആരംഭിച്ചുവെന്ന് സമ്മതിക്കുന്നുവെന്ന് യുകെയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ പലരും US പ്രസിഡന്റിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ആഗോളവൽക്കരണം ധാരാളം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നില്ല. വ്യാപാര യുദ്ധങ്ങൾ പരിഹാരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. വ്യത്യസ്തമായ ഒരു വഴി ഉണ്ടാക്കാനാണ് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്, സ്റ്റാർമർ പറഞ്ഞതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ട്രംപ് വ്യാപാര തടസ്സങ്ങൾ നീക്കാൻ തുടങ്ങുമ്പോൾ മത്സരം വർദ്ധിക്കുന്നതോടെ വിതരണ വശങ്ങളിലെ പരിഷ്കരണങ്ങളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യങ്ങൾ ഉള്ളിലേക്ക് നോക്കണമെന്ന് സ്റ്റാർമർ സമ്മതിച്ചതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. സ്റ്റാർമറുടെ വീക്ഷണത്തോട് യോജിച്ചുകൊണ്ട് HSBC മേധാവി സർ മാർക്ക് ടക്കർ സമാനമായ ഒരു വികാരം പ്രതിധ്വനിപ്പിച്ചു. ആഗോളവൽക്കരണം ഇപ്പോൾ അതിന്റെ ഗതി കടന്നുപോയതായിരിക്കാം എന്നും പറയുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഹോങ്കോങ്ങിൽ നടന്ന ബാങ്കിന്റെ ആഗോള നിക്ഷേപ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ വർദ്ധിച്ചു വരുന്ന ആഗോള പിരിമുറുക്കങ്ങളും ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാര നയങ്ങൾക്കും ഇടയിൽ ലോകം ചെറിയ പ്രാദേശിക ബ്ലോക്കുകളോ ക്ലസ്റ്ററുകളോ ആയി വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സർ ടക്കർ പ്രവചിച്ചു. അവിടെ ശക്തമായ വ്യാപാര ബന്ധങ്ങൾ ഉയർന്നു വന്നേക്കാമെന്ന് ദ ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്തിരുന്നു.